നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. സഹനാവവതു സഹനൗ പുനഃതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കളും പഞ്ചമസ്കന്ധം 9-ാം അധ്യായം, ഇനി 16 അതെ സാർ. 13 അല്ല 16. അഥാ ഏനമനവദ്യക്ഷണവും അവമർശ്യ ഭർതൃകർമ്മനിഷ്പത്തിം മന്യമാനാം ബദ്ധ്വാരസനയാ ചണ്ഡികാഗൃഹം ഉപനിന്യുഗാഭികുഷിതവദനാഃ. അഥ അനന്തരം ഏനം ഇവനെ അനവദ്യലക്ഷണം, ഒരു ദോഷമില്ലാത്ത ലക്ഷണത്തോടു കൂടിയ, അനവദ്യമായ, ഒരു കുറ്റവുമില്ലാത്ത, ഒരു കുറവുമില്ലാത്ത ലക്ഷണമുള്ള ആണ് ഇവനെന്ന് അവമർശ്യ വിചാരിച്ചിട്ട് കർത്തൃകർമ്മ നിഷ്പത്തി, തങ്ങളുടെ ഭർത്താവായ രാജാവിന്റെ കർമ്മത്തെ ചെയ്തു തീർക്കാൻ, കർമ്മത്തിന്റെ നിഷ്പത്തിക്കായിട്ട് മന്യമാന വിചാരിച്ചുകൊണ്ട് ബദ്ധ്വാരസനയ കയറുകൊണ്ട് കെട്ടിയിട്ട് ചണ്ഡികാഗൃഹം ഉപനിഞ്ഞു ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചു. മുതാ വികസിതവദന, സന്തോഷത്തോടെ വികസിതമായ മുഖത്ത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്, ഒരു ചണ്ഡാല രാജാവിന് നിർദ്ദേശമനുസരിച്ച് അദ്ദേഹത്തിന് പുത്രനുണ്ടാകാൻ ഭദ്രകാളിക്ക് ബലി കൊടുക്കേണ്ട ഒരു മനുഷ്യനെ വേണം. തപ്പി നടന്നോ, പല്ലേയും കിട്ടിയില്ല. കിട്ടിയവര് കയ്യിൽ നിന്ന് ഓടിപ്പോയി. ഓടിപ്പോയാലും പുറകെ ഓടി വന്നപ്പോഴാണ് കണ്ടത്തിൽ പാടത്ത് കാവലിരിക്കുന്ന ഭരതനെ കണ്ടുമുട്ടിയത്. ഭരതനെ അവര് വേറെക്കാരനെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴാണ് ഇവനൊരു ദോഷമില്ലാത്തവരാണ്. കാരണം നല്ല തടിച്ചു കൊടുത്ത ശരീരം, ധാരാളം രക്തമുണ്ട്, മാംസവും എല്ലാം കൊണ്ട് ഇവൻ യോഗ്യനാണ്, ലക്ഷണമൊത്തവൻ. തങ്ങളുടെ രാജാവിന്റെ കർമ്മം പൂർത്തീകരിക്കാൻ ഇത് മതി എന്ന് വിചാരിച്ചിട്ട് അപ്പത്തന്നെ വിട്ടുപോകാതിരിക്കാൻ കയറുകൊണ്ട് കെട്ടി സന്തോഷത്തോടെ അവർ ദേവീക്ഷേത്രത്തിന് മുമ്പിൽ എത്തി. അഥ ഏനമനവദ്രക്ഷണമവർശ്യ ഭർത്തൃകർമ്മ നിഷ്പത്തിം മന്യമാനാം ബദ്ധ്വാരസനയാ ചണ്ഡികാഗൃഹമുപനിന്യു മുദാ വികസിതവദനാഃ. അഥ ഏനമനവദ്ലക്ഷണമവർശ്യ ഭർത്തൃകർമ്മ നിഷ്പത്തിം മന്യമാനാം ബദ്ധ്വാരസനയാ ചണ്ഡികാഗൃഹം ഉപനിന്യു മുദാ വികസിതവദനാഃ. അഥ പണയസ്തം സ്വവിധിനാഭിഷിച്യാഹതേന വാസുസാച്ഛിദ്യം ഭൂഷണ അലേപസ്രക്തിലകാദിഭിഃ ഉപസ്കൃതം ഭക്തവന്തം ധൂപദീപമാല്യ ലാജകിഫലയ അങ്കുരഫലോപഹാരോപേതയാ വൈശകസംസ്ഥയാ മഹതാ ഗീതസ്തുതിമൃദംഗവണവാഘോഷേണ ച പുരുഷവശം ഭദ്രകാള്യാ പുരത ഉപവേശയാമാസു. അഥ പണയഹത്തം. പണയം വെച്ചാൽ ഈ മനുഷ്യക്കുരുതി ചെയ്യുന്ന പുരോഹിതന്റെ പേരാണ് പണയൻ എന്ന്, പണയഹ എന്ന് മലയാളത്തിൽ പണയൻ. ആ പണയൻ, ശൂദ്രന്മാരുടെ പുരോഹിതനായ ആ പണയൻ സ്വവിധിന അഭിഷിച്ച് അവനെ
സ്വന്തം വിധി കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് ഇതിനെ ചില വിധികളൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ കുളിപ്പിക്കണം എന്ന്. ആ വിധി അനുസരിച്ച് അവനെ കുളിപ്പിച്ചിട്ട് അഹതേന വാസവ ആച്ഛിത്യ, അഹതമായ വസ്ത്രം കൊണ്ട് പൊതിഞ്ഞിട്ട് മൂടിയിട്ട്, അഹതം എന്ന് വെച്ചാൽ ഉപയോഗിക്കാത്തത്, എന്നാൽ പുതുവസ്ത്രം അത്രേ ഉള്ളൂ. കോടി വസ്ത്രത്തിന് പകരം ഉപയോഗിച്ച വാക്കാണ് അഹതേന വാസവ. അഹതമായ ഉപയോഗിക്കാത്തത്, ഉപയോഗിക്കാത്ത വസ്ത്രം കൊണ്ട് ആച്ഛാദ്യ മൂടിയിട്ട് പൊതിഞ്ഞിട്ട്, ഭൂഷണ ആലേപ തിലകാദിഭി ഉപസ്കൃതം, ഭൂഷണങ്ങൾ, ആഭരണങ്ങൾ, ലേപങ്ങൾ, ചന്ദനാദികളായ ലേപങ്ങൾ, ആഭരണങ്ങൾ, പൂമാലകളാണ്. ചെമ്പരത്തിപ്പൂണ്ട് അതേപോലെ കറുത്ത പുഷ്പങ്ങൾ കൊണ്ടുമൊക്കെയുള്ള മാലകള്, കർണാഭരണങ്ങള്, കയ്യിൽ മാലകൾ, തോൾവളകൾ, ഇതൊക്കെ ഉണ്ടാക്കി ദേഹത്ത് മുഴുവൻ രക്തചന്ദനം അരച്ച് പുരട്ടി ലേപനം. ഭൂഷണ ആലേപ സ്രക്ക് മാല, തിലകാദിഭി അതുകൊണ്ട് തന്നെ പൊട്ടും തൊഴിച്ചു, ഇവകളാൽ ഉപസ്കൃതം സംസ്കരിക്കപ്പെട്ടവൻ, ഭൂഷണങ്ങളെ കൊണ്ട് സംസ്കരിക്കപ്പെട്ടവനും ഭുക്തവന്തം ഇഷ്ടമുള്ള ഭക്ഷണം വയറ് നിറച്ചു കഴിപ്പിച്ചു. ഇനിയില്ലല്ലോ, തീരാൻ പോവാണ്. ഭുക്തവന്തം ധൂപ ദീപ മാല്യ, ധൂപം കൊണ്ടും ദീപം കൊണ്ടും മാലകൾ കൊണ്ടും പൂജിച്ച്, ലാജ കിഫലയ അങ്കുര ഫലോപഹാരോ ഉപേതയ. ലാജം മലരാണ്, നെല്ല് മലർത്തിയെടുക്കുന്ന മലര് ലാജം. കിഫലയം കളിയിലകൾ, അങ്കുരം ഇളം എന്താണ് ഈ ദർഭയുടെയൊക്കെ അറ്റം, ദർഭല്ല കറുകയുടെയൊക്കെ നാമ്പിനാണ് അങ്കുരം. കിഫലയ അങ്കുര, പിന്നെ എന്താണ് ഫലം, പഴങ്ങൾ. ഉപഹാര ഉപേതയ മുതലായിരിക്കുന്ന ഉപഹാരത്തോടു കൂടി, ഉപഹാരം സമർപ്പിക്കാനുള്ള വസ്തുക്കൾ അവയോടുകൂടി, വൈശഫ സംസ്ഥയാ വധിക്കാൻ കൊണ്ടുപോകുന്നവർക്ക് ചെയ്യുന്ന പൂജ. വൈശഫം എന്ന് വെച്ചാൽ അന്തിമ മരണസമയത്തിന് മുമ്പ് ചെയ്യുന്ന സംസ്ഥ ആരാധനകൾ, പൂജകൾ. വൈശഫ സംസ്ഥയാ ഒരു മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ചെയ്യുന്ന പൂജാവിധാനങ്ങളാണ്. കുളിപ്പിച്ച്, കോടി വസ്ത്രം ഉടുപ്പിച്ച്, ആഭരണങ്ങളൊക്കെ അണിയിച്ച്, ദേഹത്തൊക്കെ ചന്ദനാദികൾ പൂശി, പൊട്ടുതൊലിയിച്ച്, ഭക്ഷണം വയറ് നിറച്ച് കഴിപ്പിച്ച്, ധൂപദീപങ്ങൾ കൊണ്ട് പൂജിച്ച്, മാലകൾ കൊണ്ട് അലങ്കരിച്ച്, മലരുകൾ ധാരാളം വാരി വിതറി, വിഫലയങ്ങൾ, അങ്കുരങ്ങൾ, പഴങ്ങൾ ഇവയൊക്കെ നിവേദ്യ വസ്തുക്കൾ പോലെ മുമ്പിൽ സമർപ്പിച്ചിട്ട്, വൈശഫസ്തയ മഹത അതിന് ചേർന്ന മഹത്തായ ഗീതസ്തുതി മൃദംഗ പണവ ഘോഷയില, വാദ്യഘോഷങ്ങളുണ്ട്. ഇതിനെ കൊണ്ടുപോകുമ്പോൾ പാട്ടുണ്ട്, സ്തുതികളുണ്ട്, മൃദംഗമുണ്ട്, പണവമുണ്ട്. പെരുമ്പറയാണ് പണവം. ഈ ഘോഷത്തോടെ പുരുഷ പശു, മനുഷ്യരൂപത്തിലുള്ള ഈ പശുവിനെ, ഈ മൃഗത്തെ ഭദ്രകാളിയാഹ പുരതഃ ഭദ്രകാളിയുടെ മുമ്പിലേക്ക് പ്രവേശയാമ എത്തിച്ചു കൊണ്ടുവെത്തി. അഥ പണയസ്തം സ്വവിധിനാഭിഷിച്യ അഹതേന
വാസുഫാച്ഛിദ്യ ഭൂഷണാലേപസ്രഗാദിഭിരുപസ്കൃതം ഭുക്തവന്തം ധൂപദീപമാല്യ ലാജകിഫലയ അങ്കുരഫലോപഹാരോപേതയാ വൈശവംസ്ഥയാ മഹദാഗീതസ്തുതിമൃദംഗമണവഘോഷേണ ച പുരുഷപശും ഭദ്രകാള്യാ പുരതഃ ഉപവേശയാമാസു അഥാമണയസ്തം സ്വവിധയാഭിഷിച്യാഹതേന വാസുവാച്ഛദ്യഭൂഷണാലേവസ്രഗാദിഭിരുപസ്കൃതം ഭുക്തവന്തം ധൂപദീപമാല്യ ലാജകിഫലയാ അങ്കുരഫലോപഹാരോപേതയാ വൈശവംസ്ഥയാ മഹദാഗീതസ്തുതിമൃദംഗമണവ ഘോഷേണ ച പുരുഷവശം ഭദ്രകാള്യാ പുരതഃ ഉപവേശയാമാസു അഥ വൃഷളരാജപണി പുരുഷവശോ അസൃഗാസവേന ദേവീം ഭദ്രകാളീം യക്ഷമാണസ്തത് അഭിമന്ത്രിതം അഫിം അതികരാളനിശ്ചിതം ഉപാദതേ. അഥ അനന്തരം വൃഷളരാജപണി. വൃഷളരാജ്യൻ ശൂദ്രാധിപതി. ശൂദ്രാധിപതിയായ ഈ രാജാവിന്റെ പുരോഹിതൻ പണി. വൃഷള രാജ്യപണി. പുരുഷവശോഹോ ഈ മനുഷ്യമൃഗത്തിന്റെ അഫൃഗ് ആഫവേന ചോര കുടിക്കുന്നത് കൊണ്ട്. അഫൃഗ് രക്തം, ആഫവം, ആഫവം കുടിക്കാനുള്ളത്. ദേവീം ഭദ്രകാളിയും ഭദ്രകാളിയെ ദേവിയെ യക്ഷമാണ യജിക്കണം, പൂജിക്കണം എന്നാഗ്രഹിച്ച് തത് അഭിമന്ത്രിതം അത് ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് അഫിം വാളിനെ അതികരാളം മൂർച്ചയുള്ള നിശ്ചിതമായ വാളിനെ പാദതേ കയ്യിലെടുത്തു. അഥ വൃഷളരാജപണിയും പുരുഷവശോ അസൃഗാസവേന ദേവീം ഭദ്രകാളീം യക്ഷമാണസ്തദഭിമന്ത്രിതം അഫിം അതികരാളനിശ്ചിതം ഉപാദതേ. അഥ വൃഷളരാജപണി പുരുഷവശോരസൃഗാസവേന ദേവീം ഭദ്രകാളീം യക്ഷമാണസ്തദഭിമന്ത്രിതം അഫിം അതികരാളനിശ്ചിതം ഉപാദതേ. ഇത് തേഷാം വൃഷളാനാം രജസ്തമ പ്രകൃതീനാം ധനമദരജ ഉത്സിക്തമനസാം ഭഗവത് കലാവീരകുലം കദർത്ഥീകൃത്യ ഉത്പഥേന സ്വൈരം വിഹരതാം ഹിംസാവിഹാരാണാം കർമാതിദാരുണം യത് ബ്രഹ്മബോധസ്യ സാക്ഷാത് ബ്രഹ്മസ്യ സദസ്യ നിർവൈരസ്യ സർവബോധസുഹൃതാം സൂനയാം അപ്യ അനുമതം ആലംബനം തതുപലഭ്യാം ബ്രഹ്മതേജസാം അതിദുർവിഷഹേണ ദന്തഹ്യമാനേന വപുഷാ സാഹസോച്ചചാളസൈവ ദേവീ ഭദ്രകാളി. ഇത് ഇങ്ങനെ ദേശ അവരുടെ വൃഷളാനാം ആ വൃഷളന്മാരുടെ ആ ശൂദ്രന്മാരുടെ രജസ്തമ പ്രകൃതിന സത്വഗുണമുള്ളവരല്ലാവരും രജസ്തമ പ്രകൃതികളാണ്. രജസ്തമ പ്രകൃതികളായ വൃഷന്മാരുടെ ധന മത രജ ഉത്സിക്ത മനസ്സ ധനം കൊണ്ടുള്ള മതത്താൽ ധനമതം കൊണ്ട് രജോഗുണം വർദ്ധിച്ചവരായി. ധന മത രജ ധനമതം കൊണ്ട് രജോഗുണം വർദ്ധിച്ചവരായിട്ട് ഉത്സിക്ത മനസാം വർദ്ധിച്ച മനസ്സോടു കൂടിയവരായിട്ട് രജസ്തമ പ്രകൃതികളായ ധനമതം കൊണ്ട് രജസിനെ വർദ്ധിപ്പിച്ച മനസ്സോടു കൂടിയവരായ ആ വൃഷന്മാരുടെ ഭഗവത് കലാവീരകുലം ഭഗവാന്റെ കല കൊണ്ട് ഒരു കൂടിയ ശ്രേഷ്ഠവംശത്തെ ഭഗവത് കലാവീരകുലം
ഭഗവാന്റെ അംശം കൊണ്ട് ഉണ്ടായവരാണ് ഇവരൊക്കെ. അങ്ങനെയുള്ള വീരകുലത്തെ കദർത്ഥീകൃത്യ നിസ്സാരമാക്കി മാറ്റിയിട്ട്, നിന്ദിച്ചിട്ട് നിസ്സാരമാക്കി മാറ്റിയിട്ട്, കദർത്ഥീകൃത്യ ഉത്പഥേന വഴിവിട്ട്, വഴിക്കൂടല്ല വഴിവിട്ട്, വേണ്ടതുപോലെ അല്ലാതെ സ്വൈരം വിഹരത, താന്തോന്നികളായവർ, സ്വൈരം വിഹരിക്കുന്നവർ, തങ്ങളുടെ ഇഷ്ടാനുസരണം എന്തും കാണിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന അവരുടെ ഹിംസാവിഹാരാണാം, ഹിംസ എന്ന കളിയിൽ കളിക്കുന്നവർ, ആൾക്കാരെ കൊല്ലുക എന്നുള്ള ഹിംസയാണ് അവരുടെ വിഹാരം, കളി. ഹിംസാവിഹാരാണാം അതിദാരുണം, ഇത് കർമ്മ അതിദാരുണം, അതിദാരുണമായ ഈ കർമ്മത്തെ യത് ബ്രഹ്മഭൂതസ്യ, യാതെന്നാണോ ബ്രഹ്മമായി തീർന്ന സാക്ഷാൽ ബ്രഹ്മർഷിഫുതസ്യ, സാക്ഷാൽ ബ്രഹ്മർഷിയുടെ പുത്രനായിരിക്കുന്ന നിർവൈരസ്യ, ആരോടും വൈരമില്ലാത്ത സർവഭൂത സുഹൃത, എല്ലാ ഭൂതങ്ങളെയും സുഹൃത്തുക്കളെ പോലെ കാണുന്ന സൂനായാം അഭി അനുമതം ആലംബനം, സൂനായാം അഭി ആവൽക്കാലത്ത് പോലും അനുമതം, ആപത്കാലത്ത് പോലും അനുമതേന അനുവദിക്കപ്പെടാത്തതായ സൂനായാം അപ്യ അനനുമതം അപി അനനുമതം ആലഭനം, അനുമതം അനുവാദം, അനനുമതം അനുവാദം കൊടുക്കാത്ത ആലംബനം, ഈ നിഗ്രഹത്തെ, ഈ കൊലയെ, തത് ഉപലഭ്യ, അതിനെ കണ്ടിട്ട് ബ്രഹ്മതേജസ അതിദുർവിഷഹേന, സഹിക്കാനാവാത്ത ബ്രഹ്മതേജസ് കൊണ്ട്, അതിദുർവിഷഹമായ ബ്രഹ്മതേജസ് കൊണ്ട് ദണ്ഡഹ്യമാനേന വപുഷ, വീണ്ടും വീണ്ടും ദഹിക്കുന്ന ശരീരത്തോടു കൂടിയ സഹസ ഉച്ചചാട, പെട്ടെന്ന് ചാടി പുറപ്പെട്ടു. സാ ഏവ ദേവി ഭദ്രകാളി, ആ ഭദ്രകാളി ദേവി ചാടി പുറപ്പെട്ടു. പെട്ടെന്ന് ബിംബത്തിൽ നിന്നും സാക്ഷാത്തായ ഒരു മനുഷ്യ സ്വരൂപത്തിൽ പുറത്തേക്ക് ചാടി വന്നു ഭദ്രകാളി. ഇതൊക്കെ നമ്മളിങ്ങനെ ഐതിഹ്യ കഥ കേട്ടിട്ടുണ്ട്. വിഗ്രഹത്തിൽ നിന്നും ഭദ്രകാളി ചാടി പുറത്തേക്ക് വന്നു. അങ്ങനെ വരാൻ കാരണം ഈ ഭരതന്റെ ബ്രഹ്മ തേജസ് തന്നിലേക്ക് ഭരതനെയാണ് മുമ്പിൽ കൊണ്ടുനിർത്തിയിരിക്കുന്നത്. ആ ബ്രഹ്മന്റെ ആ ഇത്രയും കാലത്തെ തപശ്ചര്യയുടെയും ആ ബ്രഹ്മതേജസിന്റെയും മഹത്വം കൊണ്ട് വിഗ്രഹത്തിന്റെ ഉള്ളിലുള്ള ചൈതന്യ സ്വരൂപിണിയായ ഭദ്രകാളി സ്വയം ദഹിക്കപ്പെട്ടു, ചൂടാക്കപ്പെട്ടു, ബ്രഹ്മതേജസ് കൊണ്ട് തപിച്ചു. തപിച്ചു കഴിഞ്ഞപ്പോൾ ശൈവ ആ ഭദ്രകാളി തന്നെ ഉച്ചചാട പെട്ടെന്ന് അതിൽ നിന്നും പുറത്തേക്ക് ചാടി. രണ്ട് കാരണമാണ്. ഒന്ന്, ശൂദ്രപ്രകൃതികളാണെങ്കിൽ പോലും അത് ഭഗവാന്റെ സൃഷ്ടിയാണ്. രജസ്തമ പ്രകൃതികളുമാണ് ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെങ്കിൽ അവർക്ക് വിഹിതമായ കർമ്മമല്ല ഇത്. ആപത്ഘട്ടത്തിൽ പോലും വിധിക്കാത്ത, ചെയ്യരുതാത്ത ഒരു കർമ്മമാണ് ഈ കുല. അതാണ് ഈ വൃഷളരാജപതിയും അനുയായികളും അയാളുടെ പണിയും കൂടി കാണിച്ചു വെച്ച പ്രയത്നം ഇതാണ്. ഇത് കണ്ടിട്ട് അതും ആരെയാണ് കൊല്ലാൻ പുറപ്പെട്ടത്? ബ്രഹ്മതേജസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവൻ, ബ്രഹ്മർഷിഫുതൻ, ആരോടും വൈര്യമില്ലാത്തവൻ,
എല്ലാവരെയും സുഹൃത്തുക്കളായി കാണുന്നവൻ. അങ്ങനെയുള്ള ഈ ഭരതനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി വാള് കയ്യിലെടുത്ത് നിൽക്കുന്ന ആ പണിയുടെ നേരെ ഭദ്രകാളി ചാടി പറഞ്ഞു. ഇതിദേശാം ക്ഷളാനാം രജസ്തവ പ്രകൃതീനാം ധനമദരജ ഉത്സിക്തവനഫാം ഭഗവത് കലാവീരകുലം കദർത്ഥീകൃത്യ ഉത്പഥേന ഫ്രീരം വിഹരതാം ഹിംസാവിഹാരാണം കർമാതിദാരുണം യത് ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മർഷിഫദസ്യ നിർവൈരസ്യ സർവഭൂതസുഹൃത ഫൂനായാം അപ്യനനുമതം ആലംബനം തദുപലഭ്യ ബ്രഹ്മതേജസാം അതിദുർവിഷഹേന ദന്തക്ഷ്യമാനേന വപുഷാ ഫഹഫോച്ചചാട സൈവ ദേവീ ഭദ്രകാളി ഇതിദേശാം ഷളാനം രജസ്തമ പ്രകൃതീനം ധനമദരജ ഉത്സിക്തമനസാം ഭഗവത് കലാവീരകുലം കദർത്ഥീകൃത്യ ഉത്പഥേന സ്വൈരം വിഹരതാം ഹിംസാവിഹാരാണം കർമാതിദാരുണം യത് ബ്രഹ്മഭൂതസ്യ സാക്ഷാത് ബ്രഹ്മർഷിഫദസ്യാം നിർവൈരസ്യ സർവഭൂതസുഹൃതാം ശൂനായാമപ്യനനുമതം ആലംബനം തദുപലഭ്യ ബ്രഹ്മതേജസ അതിദുർവിഷഹേന ദന്തക്ഷ്യമാനേന വക്ഷാ ബാഹ്വോച്ചതാടത സൈവ ദേവി ഭദ്രകാളി. അമർഷരോഷാവേശം രഭവിലസിത ഭൃഗുടിപിടപകുടില അരുണേക്ഷണാടോപാതിഭയാനകവദന ഹന്തുകാമേവേദം മഹാട്ടഹാസമതിസംരംഭേണ വിമുഞ്ചന്തി തദാ ഉത്പത്യസ്തീയസാം ദുഷ്ടാനാം തേനൈവാസിനാം വിവൃക്ണശീഷ്മാം ഗളത് സ്രവന്തം അഫൃഗാസമത്യുഷ്ണം സഹഗണേന നിപീയ അതിപാനമദവിഹ്വലോച്ചൈസ്തരാം സ്വപാർഷദേ സഹജഗൗ നനർത്തജ വിജഹാര ച ശിരക്കന്തുകലീലയാം. ഭൃഷം അമർഷ രോഷ ആവേശ വളരെയധികം അമർഷം കൊണ്ടുള്ള രോഷം ആവേശിച്ചതിനാൽ രഭസ പെട്ടെന്ന് വിലസിത ഭൃകുടി പുരികങ്ങൾ കണ്ടമാനം വളഞ്ഞു. ദേഷ്യം കൊണ്ട് കോപം വന്നാൽ ആദ്യം ചെയ്യുന്നത് പുരികക്കുടികൾ വളയും, കണ്ണു ചുമക്കും, പല്ല് കടിക്കും. ഇതൊക്കെയാണ് ദേഷ്യത്തിന്റെ ബാഹ്യലക്ഷണം. അതുകൊണ്ട് ഭൃശം അമർഷരോഷ ആവേശ രഭസ വിലസിത ഭൃഗുടി വിടപ കുടില ദംഷ്ട്ര അരുണേക്ഷണ ആടോപ അതിഭയാനകവദന. വികസിത ഭൃഗുടി വിടപ കുടിലം, വിടപം പോലെ, ശാഖ പോലെ, വൃക്ഷങ്ങളുടെ ശാഖ പോലെ കുടിലമായ വളഞ്ഞ് ദംഷ്ട്രകൾ. ഭദ്രകാളിയുടെ വായിൽ നിന്നും രണ്ടു വശത്തൂടെ രണ്ട് ദംഷ്ട്രകൾ പുറത്തേക്ക് വന്നത് വൃക്ഷത്തിന്റെ ശിഖരം വളഞ്ഞു നിൽക്കുന്നത്. അരുണേക്ഷണം ചുവന്ന തുടുത്ത കണ്ണ്, ആടോപ അതിഭയാനക വദന അഹങ്കാരം കൊണ്ട് അതിഭയാനകമായ വദനം മുഖം. വദന ഹന്തുകാമ കൊല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏവ ഇതം അങ്ങനെ തന്നെ ഈ മഹാട്ടഹാസം അതിസംരംഭേണ മഹത്തായ അട്ടഹാസം ചെയ്തുകൊണ്ട് അതിസംരംഭം വലിയ കോപം, സംരംഭത്തിന് കോപനാഥം, അതിസംരംഭേണ വലിയ കോപത്തോടെ വിമുഞ്ചന്തി കോപത്തെ പുറത്തേക്ക് മോചിപ്പിച്ചുകൊണ്ട് തതഹ ഉത്പത്യം
അവിടെ നിന്നും ചാടി പുറത്തേക്ക് വന്നിട്ട് പാപീയഫാം ദുഷ്ടാനാം, മഹാപാപികളായ ദുഷ്ടന്മാരുടെ നേരെ തേന ഏവ അഫിന, ആ വാളുകൊണ്ട് തന്നെ, തേനൈവ അഫിന, ദുഷ്ടാനാം തേനൈവ അഫിന, തേനൈവ അഫിന വിവർക്കണശീർഷ്ണാം, വിവർക്കണം അറുത്തെടുത്ത, ശീർഷ്ണം ശിരസ്, ആ ശൂദ്രപുരോഹിതന്റെ ശിരസ് അറുത്തെടുത്തിട്ട് വിവർക്കണശീർഷ്ണ ഗളാത്, അവന്റെ കഴുത്തിൽ നിന്നും സ്രവന്തം ഒഴുകിയെത്തുന്ന അഫൃഗാഫവം, ചോരയാകുന്ന ആഫവത്തെ, അത്യുഷ്ണം, നല്ല ചൂടുള്ളതാണ്, ടെമ്പറേച്ചർ പോയിട്ടില്ല, കാരണം കഴുത്തറുത്ത് തന്നെ അതിൽ നിന്ന് ഒഴുകുന്ന ആ രക്തത്തെ ഫഹഗണേന, തന്റെ ഭൂതഗണങ്ങളോടൊപ്പം നിപീയ കുടിച്ചിട്ട്, അതിപാനം കൊണ്ട്, അത്യധികമായി പാനം ചെയ്തതുകൊണ്ട്, മതവിഹ്വല, അഹങ്കാരം കൊണ്ട് വിഹ്വലയായിട്ട്, ഉച്ചീസ്തരാം, വളരെ ഉറക്കെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, സഹ, തന്റെ അനുചാരികളോടൊപ്പം ജഗൗ, സഞ്ചരിച്ചു, നൃത്തം ചെയ്തു, വിജഹാര, ഓടിക്കളിച്ചു. എന്തുകൊണ്ട്? ശിരക്കന്തുകലിയിലെയാ, ആ വൃഷളപണിയുടെ ശിരസാകുന്ന പന്തുകൊണ്ട് കളിച്ചു. ശിരക്കന്തുകലിയിലെയാ, അറുത്തെടുത്ത ശിരസ് പന്തുപോലെ ഇട്ട് കൂടെയുള്ള ഭൂതഗണങ്ങളൊപ്പം അത് തട്ടിക്കളിച്ചു. ഇത്ര ബീഭത്സമായ ഒരു രംഗത്തെ വർണ്ണിക്കാൻ വ്യാസനെ പോലുള്ള കവിക്ക് കഴിയുക എന്നുള്ളത് നമുക്ക് അത്ഭുതമാണ്. തീയും ആനന്ദാതിരേകവും വേണ്ടി വന്നാൽ പല ശൃംഗാരഭാവവും വർണ്ണിച്ചു കണ്ടെങ്കിലും ഇത്ര ബീഭത്സമായി, നവരസങ്ങളിൽ ബീഭത്സരസത്തെ അതിമനോഹരമായി ആവിഷ്കരിക്കാൻ ഈ ഒരൊറ്റ ഗദ്യം മാത്രം മതി വ്യാസന്റെ മഹത്വം തിരിച്ചറിയും. ദൃശം അമർഷരോഷാവേശ രഭവിലസിത ഭൃഗുടി വിടപകുടില ദംഷ്ടാരുണേക്ഷണ ആടോപാതിഭയാനകവദനാം ഹന്തുകാമ ഏവ ഇദം മഹാട്ടഹാസം അതിസംരംഭേണ വിമുഞ്ചന്തി തദ ഉത്പത്യ പാപീയസാം ദുഷ്ടാനാം തേന ഏവ അഫിനാം വിവർക്കണശീർഷ്ണാം ഗളാത്സ്രവന്തം അഫൃഗാഫവം അത്യുഷ്ണം സഹഗണേന നിവീയ അതിപാന മത വിഹ്വല ഉച്ചീസ്തരാം സ്വപാർഷദേ സഹ ജഗൗ നനർത്തച വിജഹാരച ശിരക്കന്തുകലീലയാം. ധൃശമർഷരോഷാവേശരഭവിലഷിതഭൃഗുടിവിടവ കുടിലദംഷ്ടാരുണക്ഷണാടോപാതിഭയാനകവദനാം ഹന്തുകാമേവേദം മഹാട്ടഹാസമതിസംരംഭേണ വിമുഞ്ചന്തി തദ ഉത്പത്യ പാപീയസാം ദുഷ്ടാനാം തേനൈവാസിനാ വിവർക്കണശീർഷ്ണാം ഗളത്സ്രവന്തമസൃഗാസവമത്യുഷ്ണം സഹഗണേന നിപീയ അധിപാനമതവിഹ്വലൗച്ചൈസ്തരാം സ്വപാർഷദേ സഹജഗോ നർത്തജാം വിജഹാരച ചിരക്കന്തുകലീലയാം. ഋഷമർഷരോഷാവേശരഭസ വിലസിത ഭൃഗുടി വിടപകുടില ദംഷ്ടാരുണയ അരുണേക്ഷണാടോപാതിഭയാനകവദനാം ഹന്തുകാമേവേദം മഹാട്ടഹാസം അതിസംരംഭേണ വിമുഞ്ചന്തി തദ ഉത്പത്യ പാപീയസാം ദുഷ്ടാനാം തേനൈവ അഫിനാ വിവർക്കണശീർഷ്ണാം ഗളാത്സർവന്തമസൃഗാസവമത്യുഷ്ണം സഹഗണേന നിവീയ അതിപാനമതവിഹ്വലോച്ചൈസ്തരാം സ്വപാർഷദേ സഹജഗൗ നനർത്തച വിജഹാരച ശിരക്കന്തുകലീലയാം.
ഏവമേവ ഖലു മഹദഭിചാരാതിക്രമം കാൽസ്യേന ആത്മനെ ഫലതി. എന്തിനാണ് ഇത്ര നികൃഷ്ടമായി ഈ ഒരു രംഗത്തെ ചിത്രീകരിച്ചത് എന്നതിന് മറുപടി ഒറ്റ ശ്ലോകത്തിൽ കൊടുക്കുക. നമ്മൾ കേട്ടപ്പോൾ വിചാരിച്ചു ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെ നികൃഷ്ടമായി ബീഭത്സമായി ഈ രംഗമൊക്കെ വർണ്ണിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ പറയപ്പെട്ടതാണ്. ഏവമേവ ഖലു, ഇങ്ങനെ തന്നെ തീർച്ചയാണ്. മഹത് അഭിചാര അതിക്രമം, മഹത്തായ അഭിചാരത്തിന്റെ അതിക്രമം. അഭിചാരം വഴിവിട്ടു ചെയ്യുന്ന അനുഷ്ഠാനങ്ങൾ, അതിന്റെ പേരാണ് അഭിചാരം. അതിനെ സംബന്ധിക്കുന്നതാണ് ആഭിചാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന കൂടോത്രം. ഇതൊക്കെ ഒരാളുടെ മനസ്സിന്റെ സങ്കല്പം കൊണ്ട് മറ്റൊരാളിലേക്ക് സംവേശിക്കുന്ന ദുർവിചാരങ്ങളുടെയും വികാരങ്ങളുടെയും ഒരു ഭാവത്തെയാണ് ഇവിടെ ആഭിചാരം എന്ന പേരിൽ പറയുന്നത്. ഒരാളെ കൊല്ലണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നത് ഒരാഭിചാരം. അച്ഛനെയായാലും അമ്മയായാലും ബന്ധുക്കളെയായാലും സുഹൃത്തുക്കളെയായാലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അയാളെ നികൃഷ്ടമായിട്ട് കൊല്ലണം, അത്രയ്ക്ക് മഹാപാപിയാണ്, എന്നോട് ദ്രോഹം ചെയ്ത ആളാണ് എന്ന് മനസ്സിൽ സങ്കല്പിക്കുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്താൽ അതൊക്കെ മഹത്തായ ആഭിചാരം തന്നെയാണ്. അങ്ങനെ ആരോട് ഇങ്ങനെയുള്ള മഹത്തായ അഭിചാരത്തിന്റെ അതിക്രമം കാണിക്കുന്നുവോ കാൽസ്യേന സമ്പൂർണമായും ആത്മനെ ഫലി, തനിക്ക് തന്നെ മതിയെ. ഇങ്ങനെ വിചാരിച്ചു കൊണ്ടുവന്നാൽ മറ്റാരെങ്കിലും തന്നെ കൊല്ലും. ആത്മനെ ഫലതി, അത് തനിക്ക് ഫലിക്കും. ഒരുപക്ഷെ അവരെ കൊല്ലാൻ പറ്റുന്ന വരില്ല. ഈ ദുർവിചാരം കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ അവരെ കൊല്ലാനുള്ള അവരുടെ മരണസമയം ആകാത്തോണ്ട് അത് ഫലിക്കില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഈ ദുർവിചാരമാണ്. അപ്പൊ കൊല മാത്രമല്ല, ഉപദ്രവിക്കുക, ദ്രോഹിക്കുക, എന്തെങ്കിലും അപകടം ഉണ്ടാവുക, ഇതൊക്കെ മനസ്സിൽ എന്ത് ഉണ്ടാകണം എന്ന് മനസ്സിൽ വിചാരിച്ച് നടക്കുന്നുവോ അത് കുറച്ചു കഴിയുമ്പോൾ തനിക്ക് തന്നെ വരും. ഇതാണ് മഹദാഭിചാര അതിക്രമ കാസ്മീന ആത്മനെ ഫലതി. ഈ വൃഷളന്റെ ഈ പുരോഹിതൻ നല്ല ബ്രഹ്മതേജസ്സുള്ള, തന്നോട് ദ്രോഹവും ചെയ്യാത്ത, തന്നെ ഉപദ്രവിക്കാത്ത, തനിക്കൊരു ബന്ധവുമല്ലാത്ത, തികച്ചും അന്യനായ ഈ ബ്രഹ്മതേജസ്വിയായ ഭരതനെ കൊല്ലാൻ മനസ്സിൽ ആഗ്രഹിച്ചത് എന്തിനു വേണ്ടിയാണ്? വൃഷള രാജാവിന് പുത്രം ഉണ്ടാകാൻ. ഇത് ആഭിചാരം. അങ്ങനെ ആരെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചുവോ ആഗ്രഹിച്ച ആൾ മറ്റാരാരെങ്കിലും കൊല്ലപ്പെടും. ഇവിടെ വിധിരൂപമായ ഭദ്രകാളി തന്നെയാണ് ഇയാളെ കൊല്ലാൻ. അതുകൊണ്ട് മനസ്സിൽ പോലും ഒരിക്കലും മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാകണമെന്ന്, മറ്റൊരാൾക്ക് അപകടം ഉണ്ടാകണമെന്ന്, അയാൾക്ക് ആപത്തുണ്ടാകണമെന്ന്, അയാളെ കൊല്ലണമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചാൽ ഇതുപോലെ തിരിച്ചടി കിട്ടും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ കഥാംശത്തെ ഇത്ര നികൃഷ്ടമായി വിപുലമായി വ്യാസൻ അവതരിപ്പിച്ചതെന്ന് ഈ ഒറ്റ ചെറിയ ഗദ്യം കൊണ്ട് ലക്ഷ്യം മുഴുവൻ സാക്ഷാത്കരിക്കും. ആര് മനസ്സിലായിക്കോളൂ, ഇതായിരിക്കും എന്റെ ഫലം. ഏവമേവ ഖലു മഹദഭിചാരാതിക്രമ കാൽസ്യേന ആത്മനെ ഫലതി. നവായേതദ് വിഷ്ണുദത്ത മഹദത്ഭുതം യഥസംഭ്രമ ശിരച്ഛേദനം ആപതിദേവി വിമുക്തദേഹാദ്യാത്മഭാവസുദൃഢം ഹൃദയഗ്രന്ഥീനാം സർവസത്വസുഹൃദാത്മനാം നിർവൈരാണാം സാക്ഷാത് ഭഗവതാ അനിമിഷാരിവര ആയുധേന പ്രമത്തേന തൈസ്തൈർഭാവേ പരിരക്ഷ്യമാണാനം തത്പാദമൂലമകുതശ്ചിത് ഭയം ഉപസൃതാനാം ഭാഗവത പരമഹംസാനാം. നവാ ഇല്ലെങ്കിൽ തീർച്ചയാണല്ലോ. ഏതത് ഇത്
ഹേ വിഷ്ണുദത്ത, പരീക്ഷത്തിനെ വിളിച്ച വിഷ്ണുവിന്റെ കാരുണ്യം കൊണ്ട് ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിക്കാതെ രക്ഷപ്പെട്ടു വന്നവനാണ് താങ്കൾ, ഓർത്തോണം. ഇങ്ങനെ ഒരു മഹത ആഭിചാരക്രിയയുടെ ഫലം അനുഭവിച്ച് പുറത്തു വന്ന ആളാണ്. പരീക്ഷത്തിന്റെ ജനനത്തെ നോക്കി അറിയാം. അശ്വത്ഥാമാവ് ആരെ കൊല്ലാൻ ആഗ്രഹിച്ചു പോയോ ആ അശ്വത്ഥാമാവിനെ മറ്റൊരാൾ കൊല്ലപ്പെടേണ്ട അവസ്ഥയിലേക്ക് വരിക. വിഷ്ണുദത്ത എന്ന് സംബോധന ചെയ്തത് ബുദ്ധിപൂർവ്വം, വേറൊരു വാക്കുകൂടി ഉപയോഗിച്ചില്ല. നവ ഏതത് വിഷ്ണുദത്ത മഹത് അത്ഭുതം. ഇത് ഒരു അത്ഭുതം, മഹത് അത്ഭുതം. നവാ, ഇതൊരു മഹത്തായ അത്ഭുതമല്ല തന്നെ. എന്താണ് കാരണം? യഥസംഭ്രമ സ്വശിരച്ഛേദന ആപതിതേ അപി വിമുക്തദേഹാദി ആത്മഭാവ സുദൃഢ ഹൃദയഗ്രന്ഥീനാം. വിമുക്തദേഹാദി ആത്മഭാവം, വിമോചിപ്പിക്കപ്പെട്ട ദേഹാദികളിൽ ആത്മവിചാരമാകുന്ന സുദൃഢമായ ഹൃദയഗ്രന്ഥികളുടെ കൂടിയ സർവസത്വസുഹൃദാത്മനാം, എല്ലാ പ്രാണികളുടെയും സുഹൃത്തായിരിക്കുന്ന ആത്മാവായി ഭവിച്ച നിർവൈരാണാം, വൈരമില്ലാത്തവരുടെയും അപ്രമത്തേന, ഇളകി നടക്കാത്തവരുടെയും സാക്ഷാത് ഭഗവത അരിവരായുധേന അനിമിഷ സാക്ഷാത് ഭഗവത, ചക്രമാകുന്ന ആയുധത്തോടു കൂടിയ സാക്ഷാത് ഭഗവത അനിമിഷാരിവരായുധേന. അനിമിഷ എന്ന് വെച്ചാൽ കണ്ണടയ്ക്കാത്തവൻ. ഭഗവത അനിമിഷ കുടിച്ചിരുമ്പോൾ ഭഗവത അനിമിഷ. അരിവരായുധം ശ്രേഷ്ഠമായ ചക്രായുധം. അരിചക്രം, വരായുധം ശ്രേഷ്ഠമായുധം ആകുന്ന ശ്രേഷ്ഠമാകുന്ന ചക്രായുധത്തോടു കൂടിയവനും ഒരിക്കലും കണ്ണടയ്ക്കാതിരിക്കുന്നവനുമായ ഭഗവാൻ. ഇത് ഭഗവാൻ കാണില്ല, ഉറങ്ങുന്ന സമയത്താണ്, ഭഗവാൻ കണ്ണടയ്ക്കുന്ന സമയത്താണ് എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. ആയ ആ ഭഗവാനാൽ സാക്ഷാൽ ഭഗവത തൈഹി ഭാവൈ, അതാതു ഭാവങ്ങളാൽ പരിരക്ഷ്യമാണാനാം, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും അകുതശ്ചിത് ഭയം, ഒരിടത്തു നിന്നും ഭയം നേരിടാതിരിക്കുന്നവരും തത്പാദമൂലം, ആ ഭഗവത് പാദമൂലത്തെ ഉപസൃതാനാം പ്രാപിച്ചിരിക്കുന്നവരുമായ പരമ ഭാഗവതഹംസാനാം, പരമഭാഗവത ഭക്തന്മാരുടെ ശിരച്ഛേദനെ, സ്വന്തം ശിരഫ് മുറിക്കുന്നതിൽ ആപതിതേ വന്നു ചേരുമ്പോൾ അസംഭ്രമ യത്, പരിഭ്രമമില്ലായിക യാതൊന്നാണോ അത് അത്ഭുതം തന്നെയല്ല. ഇവിടെ ഒരു സംശയത്തിന് മറുപടി പറഞ്ഞതാണ്. അല്ലയോ പരീക്ഷത്തെ, മരണം അടുത്തിരിക്കുമ്പോൾ ഒരു സംഭ്രമം ഉണ്ടാകും. വെട്ടാൻ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്, ഇപ്പൊ വെട്ടും, ആ വാള് തന്റെ ശരീരത്തിലേക്ക് വീഴാൻ പോകുന്നു എന്നിങ്ങനെ ആ വധിക്കാൻ ഭാവിക്കുന്നവരില് ഒരു കോപം ഉണ്ടാവാതിരിക്കാൻ. ഭരതന് ഇവരോട് ഒരു വിദ്വേഷവും തോന്നിയില്ല, അമർഷവും തോന്നിയില്ല, കൈയുണ്ട തടഞ്ഞുമില്ല. ഓ വെട്ടിക്കോട്ടെ. ആരാണെങ്കിൽ വാളിന്റെ അടുക്കൽ നിന്നും രക്ഷപ്പെട്ടു മാറി നിൽക്കാൻ, ഓടിപ്പോകാൻ, എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ, ഒന്ന് വെട്ടുമ്പോൾ ഇപ്പുറത്ത് നിൽക്കാൻ, ഇപ്പുറത്ത് വെട്ടുമ്പോൾ അപ്പുറത്ത് നിൽക്കാൻ, ഇങ്ങനെയൊക്കെ ശ്രമിക്കാം. പക്ഷേ ഇതൊന്നും ചെയ്തില്ല ഭരതൻ എന്നുള്ളതിൽ അത്ഭുതപ്പെടാനില്ല. മഹദത്ഭുതം യദസംഭ്രമ. ഹേ വിഷ്ണുനാഥ, ഏതത് മഹദത്ഭുതം. യത് അസംഭ്രമ, ഒരു സംഭ്രമവും ഇല്ല.
സ്വശിരച്ഛേദനെ ആപതിദേവി, സ്വന്തം കഴുത്തു മുറിക്കാൻ വന്നു നിൽക്കുമ്പോൾ പോലും ഒരു സംഭ്രമമില്ലാതിരിക്കുന്നു എന്നുള്ളതിൽ ഒരു അത്ഭുതമില്ല, ആശ്ചര്യമില്ല. എന്തെന്നാൽ ദേഹങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇവയിലൊക്കെ ഞാനെന്ന് അഭിമാനിക്കാത്തവർക്ക് സംഭ്രമത്തിന്റെ ആവശ്യമില്ല. ഞാൻ ഈ ദേഹമല്ല, ഇവര് വെട്ടുന്ന എന്റെ ദേഹത്തിനെയാണ്. ഞാൻ ഇന്ദ്രിയമല്ല, നഷ്ടപ്പെടുന്ന ഇന്ദ്രിയങ്ങളാണ്. ഞാൻ മനസ്സല്ല, നഷ്ടപ്പെടുന്ന മനസ്സാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ അപ്പുറത്താണെന്ന് വിചാരിച്ച് ഉറച്ചു കഴിയുന്ന ഒരാൾക്ക് എന്തിനു സംഭ്രമം? ഈ ശരീരം പോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ പോകാനുള്ളതല്ലേ. ഇതൊരു മാംസപിണ്ഡം. ഇത് സ്വീകരിച്ച് ഞാനിവിടെ നിൽക്കുകയാണ്. ഞാനിത് ഉപേക്ഷിച്ച് പോകേണ്ടി വരും എപ്പോഴെങ്കിലും. ഇങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ചെയ്തോട്ടെ. ഇതുകൊണ്ട് ആ വൃഷളപതിക്ക് ഒരു കുട്ടി ആയിക്കോട്ടെ എന്നിങ്ങനെയുള്ള ലളിതമായ ആ ഒരു വിചാരത്തോടു കൂടിയവനിൽ, അതുകൊണ്ടാണ് വിമുക്തദേഹാദി ആത്മഭാവ സുദൃഢ ഹൃദയഗ്രന്ഥീനാം, ഹൃദയഗ്രന്ഥികൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കാം. അത് നശിക്കില്ല എന്നുള്ളത് കൊണ്ട് എല്ലാ പ്രാണികളുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഈശ്വരൻ, എല്ലാവരുടെയും ഉള്ളിൽ സുഹൃത്തായി നിൽക്കുന്ന ഈശ്വരൻ ഒരാൾ തന്നെയാണ്. സർവസത്വ സുഹൃത് ആത്മനാം നിർവൈരാണാം സാക്ഷാത് ഭഗവത. അങ്ങനെയുള്ള സാക്ഷാത്തായ ഭഗവാനെ ആശ്രയിച്ചാൽ സ്വന്തം ഭക്തന്മാരെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈശ്വര ശക്തി ഒരു ഭദ്രകാളി രൂപത്തിൽ പുറത്തു വന്ന് ഈ ഭക്തനെ രക്ഷിക്കേണ്ട. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തനെ എവിടായാലും ഒരിക്കലും നശിക്കില്ല, ഇത് ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ ആപത്തുകളിൽ നിന്നും പരിപാലിക്കാൻ ജാഗരൂകനായിരിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവത് പാദമൂലത്തെ ആശ്രയിക്കുന്ന പരമഭക്തനായ പരമഹംസന്മാരെ രക്ഷിക്കാൻ അന്തര്യാമിയായ ഭഗവാന്റെ കർത്തവ്യമാണ്. അത് ഭദ്രകാളിയുടെ രൂപത്തിലോ സുദർശന ചക്ര രൂപത്തിലോ ഏതെങ്കിലും രൂപാന്തരത്തിൽ വന്ന് രക്ഷിക്കാം. അതെല്ലാം ഭഗവാന്റെ ശക്തിയാണെന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് മാതൃഗർഭത്തിൽ നിന്ന് രക്ഷിച്ചു വന്ന അല്ലയോ പരീക്ഷത്തെ, ഇതിലൊരു അത്ഭുതവും കാണാനില്ല, സംഭ്രമിക്കേണ്ടതല്ലേ എന്ന് അങ്ങ് ആശങ്കിക്കുന്നെങ്കിൽ ഒരാവശ്യമില്ല, ഇയാൾക്ക് അതിനെക്കുറിച്ച് ഭയമില്ല എന്ന് ഈ പ്രകടനം ഉപസംഹരിക്കാം. കാരണം ഞാൻ ഈശ്വരനാണ്, ബ്രഹ്മമാണ്, ശക്തിയാണ് എന്നുറയ്ക്കുന്ന ഒരാൾക്ക് ദേഹം കൊണ്ട് കിം ദേഹേന കിം ഫലം, കിം ഇന്ദ്രിയ ഫലം, കിം മനസാഫലം, കിം ആത്മനാഫലം, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോകാനുള്ളതാണ്. പോട്ടെ, ഈ വാള് കൊണ്ട് വെട്ടുമ്പോൾ ഒരു വേദന ചിലപ്പോൾ ഉണ്ടായേക്കാം, അല്പസമയത്ത് രക്ഷപ്പെട്ടല്ലോ. അത് എന്നെ ബാധിക്കുന്നതല്ല, ജീവാത്മാവിനെ വരെ ബാധിക്കും. ഞാൻ ജീവാത്മാവുമല്ല, അതിനകത്തുള്ള പരമാത്മ ഈശ്വരനാണ്. അങ്ങനെ സമർപ്പിക്കുന്ന ഒരാളെ രക്ഷിക്കൽ ഈശ്വരന്റെ കടമയാണ്. ഏതെങ്കിലും സ്വരൂപത്തിൽ വന്ന് ഈശ്വരൻ അവരെ രക്ഷിക്കും, ഇത് ഉറപ്പാണ്. നവായത് വിഷ്ണുദത്ത മഹദത്ഭുതം യഥ സംഭ്രമ സ്വശിരച്ഛേദന ആപതിരേപി വിമുക്തദേഹാദ്യ ആത്മഭാവ സുദൃഢഹൃദയ ഗ്രന്ഥീനാം സർവസത്വ സുഹൃദാത്മനാം നിർവൈരാണാം സാക്ഷാത് ഭഗവതാ നിമിഷ അരിവരായുധേന അപ്രമത്തേന തൈസ്തേർഭാവേ പരിരക്ഷ്യമാണാനം തത്പാദമൂലമകുതശ്ചിദ്ധയം ഉപസൃതാനാം ഭാഗവത പരമഹംസാനാം നവായേതത് വിഷ്ണുദത്ത മഹദത്ഭുതം യഥ സംഭ്രമ സ്വശിരച്ഛേദന ആപതിദേവി വിമുക്തദേഹാദ്യാത്മഭാവ സുദൃഢഹൃദയ ഗ്രന്ഥീനാം സർവസത്വ സുഹൃദാത്മനാം
നിർവൈരാണാം സാക്ഷാത് ഭഗവതാ നിമിഷാരിവരായുധേന അപ്രമത്തേന തൈസ്തൈർഭാവേ പരിരക്ഷ്യമാണാനാം തത്പാദമൂലമൗതശ്ചിദ്ധയം ഉപഭൃതാനാം ഭാഗവതപരമഹംസാനാം. ഈ തത്വം ഉദാഹരിച്ചുകൊണ്ട് ഈ പഞ്ചമസ്കന്ധത്തിലെ 9-ാം അധ്യായം ഇവിടെ പരിസമാപിക്കുകയാണ്. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം. 10-ാം അധ്യായം എന്നിവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ പോകാം. ഹൃദയത്തിന്റെ കെട്ട്, ഗ്രന്ഥി എന്നുള്ള അർത്ഥം കെട്ടെന്നാണോ? അപ്പം ഗ്രന്ഥി എന്ന കെട്ടാണ്. ഗ്രഥനം ചെയ്യുന്നതാണ് ഗ്രന്ഥിക്കെട്ട്. ഉദ്ഗ്രഥനം ചെയ്യാൻ വെച്ചാൽ കൂട്ടിക്കെട്ടുക. ഗ്രന്ഥം എന്ന് വെച്ചാൽ താളുകളെല്ലാം ഒന്നിച്ച് കൂട്ടിക്കെട്ടുമ്പോൾ അതിന് ഗ്രന്ഥം എന്ന പേരായി. ടെക്സ്റ്റ് എന്നർത്ഥം. മനസ്സും ഇന്ദ്രിയങ്ങളും ജീവനും എല്ലാം വരുമല്ലേ? അതെ, ഇതെല്ലാം ഓരോ കെട്ടുകളായിട്ട് ഉള്ളിൽ നിബന്ധിച്ചിരിക്കുകയാണ്. ആ കെട്ടുകൾ പതുക്കെ അഴിച്ചെടുക്കണം എന്നാണ്. അപ്പൊ സൂക്ഷ്മ ശരീരം എല്ലാം അതിൽപ്പെടും. അതെല്ലാം ഉള്ളത്. സംശയങ്ങൾ തീർന്നെങ്കിൽ പ്രസംഗിക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്കാരം സർ. നമസ്തേ സർ. നമസ്തേ സർ. മണി 4:30 കേട്ടോ. അപ്പൊ ഞാൻ പോകുന്നു, കഥ കൂട്ടിയിട്ട് പോകും. കൂട്ടിയിട്ട് പോട്ടെ, കൂട്ടിയിട്ട് പോട്ടെ. ആ അതാ പറഞ്ഞത്. ഞാനേ ഇത്രയും മതി ഉറങ്ങിയത്. ഇന്ന് രാത്രി ഉറങ്ങിക്കൂടെ? മോളിൽ ഞാൻ വെറുതെ ചെയ്യണേ ഉള്ളൂ, കൂട്ടമില്ല കേട്ടോ. ചെറിയ ഫോണുണ്ടോ? ചെറിയ ഫോണുണ്ടോ? ഉണ്ടോ? ഞാൻ 10 മിനിറ്റ് വരാം. അമ്മ വിളിച്ചു.
ഇവിടെ പാല്